Hello viewers, welcome to another video. എൻ്റെ പേര് അൽഫിയ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് കുർത്ത കളക്ഷൻസ് ആണ്. അതായത് കുർത്ത സെറ്റ് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാം കുറഞ്ഞ റേറ്റിലുള്ള കുറച്ച് കുർത്ത സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ആർക്കെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടമെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് എടുത്ത് പർച്ചേസ് ചെയ്യുക. ആൻഡ് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. എല്ലാ കളേഴ്സും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. റെഡ്, റോസ്, യെല്ലോ, പിങ്ക്, ബ്ലൂ എല്ലാ കളറും ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് കുർത്ത സെറ്റിൻ്റെ കളക്ഷൻസ് നമുക്ക് കാണാം. നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റും 600-നുള്ളിലുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ആട്ടോ. ഈ റെഡിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ. എല്ലാം വലിയ ഹെവി അതായത് എംബ്രോയ്ഡറി വർക്കോ അല്ലെങ്കിൽ കല്യാണങ്ങൾക്കൊന്നും പറ്റിയ ഒരു പ്രൊഡക്ട്സ് അല്ല നമ്മൾ കാണിക്കുന്നത്. ഉപയോഗിക്കാൻ പറ്റിയ വലിയ ഭംഗിയുള്ള ഡ്രസ്സുകളൊന്നുമല്ല. ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് 10 ഒരു 8 മാർക്സ് വരുന്ന ഡ്രസ്സുകളായിട്ടല്ല. ദെൻ ഫസ്റ്റ് വൺ ഈസ് റെഡ് ആണ്. ഈ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പക്ക കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് പറഞ്ഞാൽ. ഇത് ഇച്ചിരി സൈസ് വന്നേക്കുന്നത് എല്ലാം ഞാൻ എടുത്തിരിക്കുന്ന എസ്സാണ്. പക്ഷേ ഈ റെഡ് മാത്രം എനിക്ക് ഇച്ചിരി വലുതാട്ടോ. ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്യണം. ആൻഡ് ഇതിനകത്ത് വന്നിരിക്കുന്നത് സ്ലീവ്ലെസ് കൈയാണ്. എല്ലാ പ്രിൻറ്റും സെയിം ആണ് വന്നിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരേ പ്രിൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് മുട്ടിന് താഴെ വന്നിട്ടാണ് ഹൈറ്റ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ. സൈഡിൽ സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പ്രിൻറ്റും അതായത് ഒരു വ്യത്യാസം ഇല്ലാതെ എംബ്രോയ്ഡറിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാം ഇതുപോലെ ഗോൾഡിഷ് പ്രിൻ്റാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെ പക്ക പ്ലെയിൻ പ്രിൻ്റ്, അതായത് ഈ മെറ്റീരിയൽ തന്നെയാണ് ആ പ്രിൻറ്റുകളും കാര്യങ്ങളും വന്നേക്കുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽ തന്നെ പ്രിൻ്റ് ഇല്ലാതെയാണ് എൻ്റെ ബോട്ടം വന്നേക്കുന്നത്. ഇത് പലാസോ ബോട്ടം ആണ്. ഇതിൻ്റെ വന്നേക്കുന്നത് എലാസ്റ്റിക്കാണ് ഹിപ്പ് വന്നേക്കുന്നത്. കണ്ടോ എത്രത്തോളം വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്തോളും. ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ളൊരു പാൻറ്റിൻ്റെ മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആട്ടോ. കാണാനും നല്ല കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെയാണ്. കാരണം പിങ്ക്, ഗ്രീനും ഗോൾഡിഷ് എല്ലാം കൂടെ വന്നേക്കുന്നതാണ്. എനിക്ക് റെഡ് അത്ര ഇഷ്ടമായില്ല. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായ ഡ്രസ്സാണ്. കാരണം ഇതിനകത്ത് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ബട്ടൺസ് ആണ്. അങ്ങ് ഡൗൺ വരെ കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടൺസ്. ദെൻ സ്ലീവ്ലെസ് ആണ് കൈ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. നോർമൽ റൗണ്ട് കഴുത്തും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് XS ആണ്. ദെൻ സാധാ മെറ്റീരിയലിനകത്ത് അതായത് കോട്ടൺ മെറ്റീരിയലിനകത്ത് ഇങ്ങനത്തെ ഒരു പ്രിൻറ്റും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതാണ് ആ പ്രിൻറ്റ്. കണ്ടോ, ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇതിൻ്റെ പാൻറ്റ് മറ്റേ റെഡിൻ്റെ പാൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആണ്. ഇതിൻ്റെ പാൻറ്റ് ഇതുപോലെ സെയിം, അതായത് യൂണിഫോം പോലെ തന്നെ ടോപ്പും പാൻറ്റും സെയിം ആണ് വന്നിരിക്കുന്നത്. ഇത് ഇതുപോലെ തന്നെ കാണിക്കാം. ഇലാസ്റ്റിക്കാണ് വന്നേക്കുന്നത്. ആൻഡ് ഓൾസോ ഇതൊരു പാലാസോ പാൻ്റ് ആട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വിരിവുള്ള ഒരു പാലാസോ ബോട്ടമാണ് വന്നിരിക്കുന്നത്. ദെൻ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നല്ല രസമാട്ടോ. ഇത് ബോട്ടിൽ ഗ്രീനകത്ത് ഒരു ഗോൾഡിഷ് ഇതുപോലെ പ്രിൻറ്റ് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ആൻഡ് ഇതിന് നല്ലൊരു കഴുത്ത്, അതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലെല്ലാം ഇങ്ങനെ പോയിട്ടുണ്ട്. ദെൻ ബട്ടൺസ് അങ്ങ് താഴെ വരെയും പോയിട്ടുണ്ട് കേട്ടോ ഈ മെറ്റീരിയലിനും. മറ്റേ റെഡിന് മാത്രമാണ് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ താഴെ വന്നിട്ട് ഇതുപോലെ സ്ലിറ്റ് ആയിട്ടിട്ട് കീറിയേക്കുമാണ്. ദെൻ സൈഡും സ്ലിറ്റാണ് വന്നിരിക്കുന്നത്. എല്ലാം സ്ലിറ്റഡ് ആണ് മോഡൽ വന്നിരിക്കുന്നത്. ദെൻ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ്. റെഡിന് വന്നിട്ട് ഇച്ചിരി ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് ആരും പർച്ചേസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു സജഷൻ. പിന്നെ കാണിച്ചിരിക്കുന്ന റോസും ഇത് നല്ല എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആൻഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കഴുത്തും വന്നേക്കുന്നത്. റൗണ്ട് നെക്ക് തന്നെയാട്ടോ. 3/4 സ്ലീവാണ് വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രീമിഷ് കളറിൽ, ബീച്ച് കളറിൽ. ഇതിൻ്റെ വന്നിരിക്കുന്ന ബോട്ടം പ്ലെയിൻ ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള പലാസോ ബോട്ടമാണ് വന്നിരിക്കുന്നത്. നല്ല ബോട്ടംസ് ആൻഡ് നല്ല കളറാണ്. എസ്പെഷ്യലി എടുത്തെടുത്ത് പറയുന്നത് ഇതിൻ്റെ കളറാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറിനകത്ത് ഇതുപോലെ തന്നെ എലാസ്റ്റിക്കും കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. പലാസോ പാൻ്റാണ് വന്നിരിക്കുന്നത്.
പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ്. നല്ലൊരു യെല്ലോ കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നാരങ്ങാടെയൊക്കെ ആ ഒരു യെല്ലോ ഇല്ലേ, ആ യെല്ലോ കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ലെമൺ യെല്ലോ. അതായത് ഇത് എക്സസ് ആയിട്ടോ സൈസ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതെല്ലാം ഗോൾഡൻ പ്രിൻ്റാണ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് വൈറ്റ് ആയിട്ടുള്ള, ഇത് പ്രിൻ്റ് അല്ല കേട്ടോ, മെറ്റീരിയലിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ഇതാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനും വന്നിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സാധാ ഒരു നെക്കാണ്, നമ്മുടെ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് സ്ലീവ് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിനും പൈപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വൈറ്റ് കളർ പൈപ്പിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സാധാ സ്ലീവിൽ ആ മെറ്റീരിയലിൽ തന്നെ 4th സ്ലീവാണ്. എല്ലാം 3/4 സ്ലീവുമാണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഈ ഡിസൈൻ സെയിം കളറാണ് വന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിനകത്ത് പലാസോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റേ പലാസോയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെയാണ്, ഫ്രണ്ടിൽ ഇലാസ്റ്റിക്കാണ്, ഫ്രണ്ടിലും ബാക്കിലാണ്. പക്ഷേ ഇത് ഇച്ചിരി നല്ല മോഡൽ ലുക്കിൽ ഒരു ഫ്രണ്ട് ഇങ്ങനെയും ബാക്കിലാണ് ഇലാസ്റ്റിക്കും കൊടുത്തേക്കുന്നത്. നല്ല പലാസയാണ്, പോക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പർച്ചേസ് ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വിട്ടത് കളിയില്ല. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഇതുപോലെ തന്നെ ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത്. ബ്ലാക്കിനും ഗോൾഡൻ വരുമ്പോഴാണല്ലോ ഒന്നുകൂടെ എടുപ്പ് വരുന്നത്. ആണ് ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കാൻ കണ്ടോ. നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു ബോർഡേഴ്സും കാര്യങ്ങളുണ്ട്. ദെൻ ഇതാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നല്ല രസമാണ് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ. ബ്ലാക്കിനകത്ത് റെഡ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ. അതിനകത്ത് ഒരു വർക്കിൻ്റെ എല്ലാ മെറ്റീരിയൽ ഒരു സുഖമില്ല. ആൻഡ് എന്താ പറയുക, നമ്മുടെ സൈസിന് ഒരു ഫിറ്റായിട്ടുള്ള ഒരു ഡ്രസ്സും അല്ല വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കളർ ആ ഒരു കോമ്പിനേഷൻ ഫോട്ടോയിൽ നല്ല റെഡായിട്ട് തോന്നിയെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല. ആരും ആ റെഡ് പർച്ചേസ് ചെയ്യും, ബ്ലാക്കോ ഗ്രീനോ ബാക്കി യെല്ലോ ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യും. പക്ഷേ ഇതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിന് സാധാ റൗണ്ട് നെക്കാണ്, ബട്ടൺസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ നെക്കിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഇവിടെ ഇതുപോലെ തന്നെ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫുൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം സൈസ് ഉണ്ട്. ഇത് വന്നിട്ട് എസ് ആണ് കിട്ടിയത്. എക്സസ് ആണെങ്കിൽ നമ്മുടെ ഏകദേശം ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ. ഞാൻ പറയുന്ന പിന്നെയും പറയുകയാണ്, നിങ്ങൾ കറക്റ്റ് സൈസിന് കിട്ടണമെങ്കിൽ നിങ്ങൾ എപ്പോഴും മെഷർമെൻറ്റ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ അത് എക്സസ് ആയിരിക്കും, ചിലപ്പം എസ് ആയിരിക്കും. ചിലപ്പം എക്സസും എസ്സും ആണ് 32 ഇഞ്ചസിൻ്റെ വരുന്നത്. ചിലപ്പം എസ് വരുന്നത് 34 ഇഞ്ച് ആയിരിക്കും. ഒന്ന് ടക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുകയോ ചെയ്യണം. ദെൻ ഇത് വന്നേക്കുന്ന എസ് ആട്ടോ. ഇത് ഇച്ചിരി വലുതാണ്, ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും. അതായത് 32 ഇഞ്ച് വലുപ്പം ഉണ്ടെങ്കിൽ എക്സസ് എടുത്താൽ. പക്ഷേ ഇതിൻ്റെ എസ് തൊട്ടേ ഉള്ള സ്റ്റാർട്ടിങ് കണ്ടോ. ഇതാണ് നോർമൽ സ്ലീവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പാൻറ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഒരു ഇതാണ് പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പാറ്റേൺ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ എലാസ്റ്റിക്കാണ് പാൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ദേ ഇങ്ങനെ. ആൻഡ് നല്ല ബോട്ടം ആട്ടോ കൊടുത്തേക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല ലെങ്തി തന്നെ ബോട്ടംസ്, അതായത് പലാസോടെ ഇത് കൊടുത്തിട്ടുണ്ട്. പലാസോ പാൻറ്റിൻ്റെ അറ്റത്ത് അവരിതുപോലെ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് അടിപൊളിയാണ്, നല്ല കളർ കോമ്പിനേഷനാണ്. എല്ലാ പ്രൊഡക്ട്സും നല്ലതാണ്, റെഡ് ഒഴികെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി ലിങ്ക് എടുത്ത് പർച്ചേസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണിനകത്ത് ഓൾ ചെയ്യുക. ഓൾ ആക്കിയിട്ടാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.